ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത ആശാൻ. ആളുടെ ഗപ്പി, അമ്പിളി ഇത് രണ്ടും ബോക്സ് ഓഫീസിൽ എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് ഭയങ്കര അത്യാവശ്യം എനിക്ക് വർക്കായ സിനിമകളായിരുന്നു. സോ ഈ മൂന്നാമത്തെ സിനിമയിലേക്ക് വരുമ്പോഴും പുള്ളിയിലുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈ സിനിമ ആ ഒരു ഇത് സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ തുടക്കത്തിൽ അനന്തൻ എന്ന് പറയുന്ന ഒരു വലിയൊരു സംവിധായകനാകാൻ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. പുള്ളി വലിയൊരു സംവിധായകൻ്റെ ഐഡിയ ആകാൻ നടക്കുകയാണ്. അങ്ങനെ ആ ഒരു വലിയ സംവിധായകൻ്റെ ഒരു പുതിയ പടം അത് ലൊക്കേഷൻ ഹണ്ട് നടക്കൊണ്ടിരിക്കണം. അപ്പോൾ ലൊക്കേഷൻ സംഘടിപ്പിച്ച് അങ്ങനെ ഐഡിയയിൽ കയറി പറ്റുന്നു. അവിടെ ആ ഒരു ഫ്ലാറ്റിൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അവിടുത്തെ എല്ലാമായി ആശാനെ പരിചയപ്പെടുന്നു. പിന്നെ നടക്കുന്ന കാര്യങ്ങളാണ് സിനിമ പറയുന്നത്. ആശാനും അതുപോലെ സിനിമാ മോഹിയാണ്. അപ്പോൾ സിനിമയ്ക്കുള്ളിൽ സിനിമ ഒരു ഫീൽ ഗുഡ് മോഡലിൽ എടുത്തു വെച്ചിരിക്കുകയാണ് ആശാൻ എന്ന സിനിമയിലൂടെ. ഈ സിനിമയിൽ കുഞ്ഞിക്കവിൾ മേഘമ എന്ന പാട്ടല്ലാതെ നമുക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഓർത്ത് വെക്കാൻ പാകത്തിന് അങ്ങനെ നല്ലൊരു മൊമെന്റ് ഈ സിനിമയ്ക്കകത്തില്ല. ഈ രണ്ട് സിനിമകളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗപ്പി ആയാലും കമ്പിളി ആയാലും നമുക്ക് ഭയങ്കര ഒരു ആ സിനിമയ്ക്കകത്ത് ഒരു സോൾ ഉണ്ടായിരുന്നു. നമുക്ക് ഇമോഷണലി വളരെ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ രണ്ട് പാട്ടുകൾ നമുക്കറിയാം, മെയിൻ സോങ്സ്. അത് പാടുമ്പോൾ തന്നെ നമുക്ക് ഇമോഷണലി കണക്ട് ആകും. ഇവിടെ ഈ കുഞ്ഞിക്കവിൾ മേഘമ എന്ന ഒരു ബ്രില്യൻറ്റ് സോങ് ആണ്, നല്ലൊരു പാട്ടാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് അർത്ഥം വരുന്ന സമയത്ത് നമുക്ക് ഫീൽ ആകുന്നില്ല, കാരണം ഇമോഷണൽ കണക്ഷൻ മിസ്സിങ് ആണ്. ഇന്ദ്രൻസ് ആയാലും ജോമോനായാലും നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. പക്ഷേ ഈ സിനിമ ഒട്ടും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ല, ഭയങ്കര ബോറിംഗ് ആയിരുന്നു, വലിച്ചു നീട്ടലുണ്ടായിരുന്നു. നമുക്ക് ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റാതെ കുറേ അധികം ഇൻസിഡൻസ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുക. നമ്മളൊരു ചുമ്മാ അങ്ങനെ നിർവികാരത്തോടെ ഇരുന്ന് കാണുക എന്നുള്ളൊരു അവസ്ഥയായിരുന്നു ആശാൻ എന്ന സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം ആശാൻ എന്ന സിനിമയെ കുറിച്ച്. ഒരു സിനിമ OTT റിലീസായിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.